ഹായ് ചങ്ങായിമാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഇന്ത്യയിലെ സംഘികളുടെ രാജ്യസ്നേഹത്തെ കുറിച്ചാണ്. അവരുടെ രാജ്യസ്നേഹം പെട്ടെന്ന് മാറും. പ്രത്യേകതര രാജ്യസ്നേഹമാണ്. ഒരാളുടെ പേര് നോക്കിയിട്ടുള്ള പ്രത്യേകതര രാജ്യസ്നേഹമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേണൽ സോഫിയ ഖുറേഷിക്കും മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് സുബൈറിന് ഇപ്പം നടക്കുന്ന അക്രമം. ഇതിൽ സോഫിയ ഖുറേഷിക്കെതിരെ ഇത്രയും വൃത്തികെട്ട വാക്ക് പറഞ്ഞത് ആരാന്നറിയാം? മധ്യപ്രദേശിലെ ഒരു BJP മന്ത്രി. എന്നിട്ട് എന്താ ഉണ്ടായി ഇവിടെ? ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് അതിന്റെ വാർത്ത ആദ്യം കാണാം. ഓക്കെ. സോഫിയ ഖുറേഷിക്കെതിരെ മധ്യപ്രദേശ് മന്ത്രിയുടെ ഒരു പരാമർശം നമ്മൾ കണ്ടാണ്. വലിയ തോതിൽ വിവാദമായി, വലിയ പ്രതിഷേധം അതിനെതിരെ ഉയർന്നു. ഇപ്പോൾ ആ മന്ത്രിക്ക് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന വ്യക്തികൾ ഇത്തരം പരാമർശം നടത്താമോ എന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. കേസ് റദ്ദാക്കണമെന്ന വിജയ് ഷായുടെ ആവശ്യം നാളെ പരിഗണിക്കാനും സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നു. ഇതാ നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ഓപ്പറേഷന് വേണ്ടി പഹൽഗാമിന് പകരം ചോദിക്കാനുള്ള ഓപ്പറേഷന് പേരിടുന്നത് പോലും ഇന്ത്യൻ സ്ത്രീ ശക്തിയുടെ പ്രഘോഷണം എന്ന നിലയ്ക്കാണ്. അതിന് നേതൃത്വം നൽകുന്ന രണ്ട് ഉദ്യോഗസ്ഥരെ എത്ര അഭിമാനത്തോടെ ആദരവോട് കൂടിയാണ് രാജ്യം കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയുള്ള സോഫിയ ഖുറേഷിക്ക് നേരെ പരാമർശം നടത്തുക എന്ന് പറയുന്നത് എത്രത്തോളം നിന്ദ്യമായ നിലപാടാണ്. അതിനെ സുപ്രീം കോടതി ഏതു ഭാഷയിൽ വിമർശിച്ചാലാണ് മതിയാവുക? അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഏത് ഇന്ത്യക്കാരനാണ് സാധിക്കുക? അതിശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബാലഗോപാൽ ഉണ്ട് വിവരങ്ങളുമായി. ബാലഗോപാൽ, താൻ ക്ഷമ പറയാൻ തയ്യാറാണെന്നൊക്കെ മന്ത്രി പറഞ്ഞു. പക്ഷെ അതിൽ കാര്യമില്ല. ഇത്രയേറെ രാജ്യം മുഴുവൻ ഒന്നാകെ ഒരുമിച്ച് നിന്ന ഒരു സമയത്താണ് ഇത്തരം പരാമർശങ്ങൾ ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്ത് വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത്? BJP ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? BJP ഉണ്ട പ്രതികരിക്കും. ഇത്ര ദിവസമായി കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. എല്ലാണ്ട് BJP ഇതിനൊരു അക്ഷരം മിണ്ടിയില്ല. അയാൾ ഇപ്പോഴും MLA ആണ്, ഇപ്പോഴും മന്ത്രിയാണ്. അയാൾ 10 വട്ടം മാപ്പ് പറഞ്ഞു. പിന്നെ മാപ്പ് ഇവരെ കയ്യിൽ, സംഖ്യയുടെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ടല്ല. തോന്നും ഇതിൽ 10 മാപ്പാട്ടാ, അധികമൊന്നുമില്ല, വെറും 10 മാപ്പ് പറയാന്ന്. ഇന്ത്യ ആദരിക്കുന്ന, ലോകം ആദരിക്കുന്ന സോഫിയ ഖുറേഷി എന്ന ധീര വനിതയെ കുറിച്ച് ഇത്രയും നാറിയൊരു രാജ്യദ്രോഹം പറഞ്ഞിട്ട് കോടതി പറയുന്നവരെ കാത്തുന്നു. ഈ BJPയിൽ നിന്ന് പിന്നെ നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു? നിഷ്കളങ്കരെ, ഒരു ഉണ്ടയും നടക്കില്ല ഈ നാട്ടില്. അതിന്റെ ബാക്കി വാർത്ത കൂടി കേൾക്കാം നമുക്ക്. ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെയാണ് ഇന്ന് ഈ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായുടെ അഭിഭാഷക ഈ കേസിന്റെ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. ഇന്നലെയാണ് മധ്യപ്രദേശ് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിൽ ഈ വിജയ് ഷായ്ക്കെതിരെ കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ പരാമർശത്തിൽ കേസ് എടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ച് തുടർന്ന് മധ്യപ്രദേശ് പോലീസ് കേസ് എടുക്കുകയും ചെയ്തിരുന്നു. ഈ കേസിലെ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വിജയ് ഷായുടെ ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷേ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ വിജയ് ഷായുടെ നടപടി അതിനിശ്ചിതമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി എന്ത് ഭാഷയാണ് ഈ വിഷയത്തിൽ ഉന്നയിച്ചത് അല്ലെങ്കിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഇവർക്ക് ഇതിലും നല്ല എന്ത് ഭാഷ അറിയാ കോടതിയെ? ഇതിലും നാറിയ ഭാഷയല്ലാണ്ട് ഇവരിൽ നിന്ന് നല്ല ഭാഷ ആരും പ്രതീക്ഷിക്കണ്ട. കോടതിയെ തന്നെ എത്രമാത്രം മോശം ഭാഷയിൽ ഇവർ വിമർശിക്കുന്നു. മാന്യമായിട്ട് ഇവർ എപ്പോഴെങ്കിലും വിമർശിച്ചിട്ടുണ്ടാ? എന്നിട്ട് ഇതിനെപ്പറ്റി ഏതെങ്കിലും ഒരു BJP നേതാവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? കുറെ BJP അണികൾ പറഞ്ഞിട്ടുണ്ട്, അയാൾ ചെയ്ത് തെറ്റന്നെയാണ്. എന്ത് തെറ്റോടോ? രാജ്യദ്രോഹമാണ്. വേറെ ആരെങ്കിലും ചെയ്തെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കാനും നിൽക്കാനും വിടുക? നിങ്ങൾ എന്തെല്ലാം കേസ് കൊടുത്തിട്ടുണ്ടാവും? എന്നിട്ട് ഈ ചെങ്ങ ഇപ്പോഴും MLA മന്ത്രിയും നാണം ഉണ്ടാ സംഖ്യകളെ രാജ്യസ്നേഹത്തെ പറയാൻ വേണ്ടിട്ട്? നിങ്ങൾ തന്നെ എല്ലോടോ സോഫിയ ഖുറേഷിനെ ധീര വനിത എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ട് ഏറ്റവും കൂടുതൽ നടന്നേ. എന്നിട്ട് അവർക്കെതിരെ ഇത്രയും മോശം പ്രയോഗം നടത്തിട്ട് നിങ്ങൾ എന്താണോ മിണ്ടാത്തെ? തെറ്റാണോ നിങ്ങളെ BJP മന്ത്രി ചെയ്തത്? രാജ്യദ്രോഹമാണ്, ഉളുപ്പുമാണ്, നാണുമാനും ഉളുപ്പും. സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളെ തന്നെ തെറി വിളിക്കണോ സംഖ്യകളെ? ചാത്തോടെ നിങ്ങൾക്ക്. ഇനി അടുത്ത വാർത്ത, അടുത്തൊരു രാജ്യസ്നേഹിനെ എങ്ങനെയാണ് സംഖ്യകൾ കൈകാര്യം ചെയ്തെന്ന് കൂടി കാണാം. സത്യം എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്ന അസത്യങ്ങൾ പൊളിച്ചെടുക്കുന്ന മുഹമ്മദ് സുബൈർ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരുടെ കണ്ണിലെ കരടാണ്, അധികാരികളുടെയും നോട്ടപ്പുള്ളി. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച വ്യാജങ്ങൾക്കെതിരെ അയാൾ ഒറ്റയാൾ പട്ടാളമായി മാറുന്നതും രാജ്യം കണ്ടു. പിന്നാലെ തീവ്ര വലതുപക്ഷ ഹാൻഡിലുകൾ പോലും പിന്തുണച്ചും പ്രശംസിച്ചും രംഗത്തെത്തി. എന്നാൽ അധിക സമയത്തേക്ക് അത് നീണ്ടു നിന്നില്ല. അതിന്റെ സൂചനയായിരുന്നു മെയ് 12 മുഹമ്മദ് സുബൈറിന്റെ പോസ്റ്റ്. തന്റെ അഡ്രസ്സും ഫോൺ നമ്പറും അടക്കം ഓൺലൈനിൽ പ്രചരിക്കുന്നതായി ആരോപിച്ചായിരുന്നു ഓൾട്ട് ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈർ രംഗത്തെത്തിയത്. പിന്നാലെ സുബൈറിന്റെ ബംഗളൂരുവിലെ വസതിക്ക് നേരെയും ഭീഷണികൾ ഉയർന്നു. ഫോൺ നമ്പറും വീടിന്റെ വിലാസവുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. സുബൈറിന്റെ വീട്ടിലേക്ക് പന്നിയിറച്ചി അയക്കണമെന്നതടക്കം വ്യാപക വിദ്വേഷ പ്രചാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നേരത്തെയും സുബൈറിനെതിരെ വധഭീഷണികൾ ഉണ്ടായിരുന്നു.
ഒന്ന് ആലോചിച്ചോക്കട്ടെ, മുഹമ്മദ് സുബൈർ പാകിസ്ഥാന്റെ എല്ലാ കള്ളങ്ങളും ഇന്ത്യയിലെ അവിടെ ആക്രമിച്ചു, ഇന്ത്യയുടെ ഇവിടെ ആക്രമിച്ചു എന്നല്ല പാകിസ്ഥാൻ തള്ളുമ്പം അതൊക്കെ പൊളിച്ചടുക്കി ലോകത്തിന്റെ മുന്നിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ യശസ് ഉയർത്തിയ മുഹമ്മദ് സുബൈർ എന്ന ജേർണലിസ്റ്റ്. അയാൾ ആദ്യ സംഘികൾ കെട്ടിപ്പൊക്കി നടന്നിനെ, കുറച്ച് കഴിയുമ്പോൾ അവർ അയാളെ തായലിടും. നമുക്കറിയാം സംഘികളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. സത്യം പറയുന്നത് സംഘികൾക്ക് എപ്പും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതിപ്പോ പാകിസ്ഥാന്റെ കള്ളത്തരം പൊളിച്ചു, നാളെ സംഘികളുടെ കള്ളത്തരം ഇയാൾ പൊളിക്കുന്നവർക്കറിയാം. ഇയാൾ ഇതിനു മുൻപേ സംഘികളുടെ കള്ളത്തരം പൊളിച്ചിട്ടുണ്ട്, ആ ഒരു പക അവർക്കുണ്ട്. പക്ഷെ ഇത്രയും രാജ്യത്തിന് വേണ്ടി ഇയാൾ പിന്നെ ചെയ്തിട്ടും അവരുടെ ഉള്ളിൽ ആ പക പോവില്ല, ഒരിക്കലും സംഘികളുടെ പക പോവില്ല. ഇത്രയും നല്ലൊരു രാജ്യസ്നേഹിയെ, 2 രാജ്യസ്നേഹികൾ, സോഫിയ ഖുറേഷി, മുഹമ്മദ് സുബൈർ, ഇവരെങ്ങനെയാണ് സംഘികൾ ഇവരെ രണ്ടാളെയും കൈകാര്യം ചെയ്തെന്ന് കണ്ടോ? സംഘികൾക്ക് രാജ്യസ്നേഹത്തിൽ മതവും പേരും ഒരു വിഷയം തന്നെയാണ്. എന്തൊക്കെ സംഘികൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മതം ഒരു വിഷയം തന്നെയാണ് സംഘികൾക്ക്. അവർ കുറച്ചൊക്കെ പൊക്കി നടക്കും, കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇവരെ തായലിടാം. അവരെ മനസ്സിൽ ആ ഒരു കുരുടുണ്ടല്ലോ, ആ കുരുട് അത് എപ്പോഴായാലും പുറത്തു വരും. മുഹമ്മദ് സുബൈർ എന്ന ജേർണലിസ്റ്റിനെ അവിടെ ഇരിക്കട്ടെ, പക്ഷെ സോഫിയ ഖുറേഷി എന്ന ഇന്ത്യൻ പട്ടാളക്കാരത്തിയോട് നിങ്ങൾ ചെയ്തത് എന്താണ്? നിങ്ങൾക്ക് ഉളുപ്പുണ്ടാവും. സംഘികളെ ഇനിയും നിങ്ങൾ രാജ്യസ്നേഹം വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് അയാൾ ഇപ്പോഴും MLA ആയും മന്ത്രിയായും തുടരുന്നത് ഇന്ത്യക്ക് കളങ്കമാണ്. ഇന്ത്യയിലെ രാജ്യസ്നേഹികളായ എന്നെ പോലത്തെ ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാർക്ക് ഇത് നാണക്കേടാണ്. സംഘിയക്ക് നാണക്കേടായിട്ട് തോന്നൂല. സംഘിയക്ക് നിങ്ങളുടെ സംഘികളുടെ മനസ്സിലിരിപ്പ് അതായോണ്ട് അത് അയാളെ വായിന്ന് പുറത്തു വന്നു. അതൊരു പട്ടാളക്കാരത്തേക്ക് നേരെയായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഇത്. അതുകൊണ്ട് കുറച്ചു കാലം നിങ്ങൾ അത് അടച്ചു വെക്കാൻ നോക്കിയെന്നു. നിങ്ങൾ ഇയാളെ MLA സ്ഥാനത്തു നിന്നോ മന്ത്രിസ്ഥാനത്തു നിന്നോ രാജിവെപ്പിക്കില്ല നമുക്കറിയാം. പക്ഷെ നിങ്ങളുടെ കള്ള രാജ്യസ്നേഹം അത് പൊളിച്ച് തന്നേ പറ്റും. അത് പൊളിക്കുക തന്നെ ചെയ്യും. മതം നിങ്ങൾക്കൊരു വിഷയമാണ് രാജ്യസ്നേഹത്തിൽ. മതവും പേരും നോക്കിയിട്ട് തന്നെയാണ് നിങ്ങളുടെ രാജ്യസ്നേഹികളെ നിശ്ചയിക്കൽ. സംഘികളെ ഇത് ഞാൻ വിളിച്ചു പറയുക തന്നെ ചെയ്യും. ജയ് ഹിന്ദ്.